ഹായ് ഓൾ, വെൽക്കം ടു കോഡ് ക്ലാസ്സസ്. ഇന്ന് നമ്മൾ മാത്തമാറ്റിക്സ് +1 മാത്തമാറ്റിക്സിലെ 5th ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ലീനിയർ ഇൻഇക്വാലിറ്റീസ്. പേര് കേട്ടിട്ടുണ്ടോ? ഇൻഇക്വാലിറ്റി. വാട്ട് യു മീൻ ബൈ ഇൻഇക്വാലിറ്റി? ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഇക്വാലിറ്റി എന്താണ്? നോട്ട് ഈക്വൽ. ഈക്വൽ അല്ലെങ്കിൽ ഇൻഇക്വൽ. നോട്ട് ഈക്വൽ എന്ന് പറയുന്നതാണ് ഇൻഇക്വാലിറ്റി, അല്ലേ? അപ്പോൾ ലീനിയർ ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ലീനിയർ ഫംഗ്ഷൻ കേട്ടിട്ടുണ്ടോ? ലീനിയർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എക്സ് സ്ക്വയർ, എക്സ് ക്യൂബ് അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്, അല്ലേ? ഇപ്പോൾ ലീനിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു XY ഗ്രാഫ്, അല്ലേ? XY ഗ്രാഫിൽ എങ്ങനെ സ്ട്രെയിറ്റ് ലൈനായിട്ട് പ്ലോട്ട് ചെയ്യാൻ പറ്റുന്നത്, അതായത് സാധാരണ എക്സ്, അത്ര ആലോചിച്ചാൽ മതി. ലീനിയർ ഇൻഇക്വാലിറ്റി. ഓക്കെ, ഇതിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ ഒന്നെങ്കിൽ നമ്മൾ എന്താണ്, 1 വേരിയബിൾ, എക്സ് എന്നൊരു വേരിയബിൾ, അല്ലെങ്കിലോ എക്സ് ആൻഡ് വൈ, 1 വേരിയബിൾ ആൻഡ് 2 വേരിയബിൾ ആണ് പഠിക്കാനുള്ളത്. ഒന്നെങ്കിൽ 1 വേരിയബിൾ എക്സ് അല്ലെങ്കിൽ 2 വേരിയബിൾ എക്സ് ആൻഡ് വൈ. ഓക്കെ, പേടിക്കേണ്ട, ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എളുപ്പമുള്ള ചാപ്റ്ററാണ്. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇൻഇക്വാലിറ്റി എന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ? നോട്ട് ഈക്വൽ എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് നോട്ട് ഈക്വൽ ഉള്ളത്? ഇപ്പോൾ സപ്പോസ് 2 നമ്പർ, ഓക്കെ, ഫസ്റ്റ് നമ്പർ 200, ഓക്കെ, സെക്കൻഡ് നമ്പർ 100. ഇത് 2 ഈക്വൽ ആണോ? 200 100 ഈക്വൽ ആണോ? അല്ല, ഇറ്റ് ഈസ് ഇൻഇക്വൽ, അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? എന്തോ ഒരു സിമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? 200 100 തമ്മിലുള്ള റിലേഷൻ പ്ലോട്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു സിമ്പിൾ പഠിച്ചിട്ടുണ്ട്. എന്താ സിമ്പിൾ? ഗ്രേറ്റർ ദാൻ 200 ഗ്രേറ്റർ ദാൻ 100. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ഇൻഇക്വാലിറ്റിയുടെ ഒരു സിമ്പിളാണ് ഗ്രേറ്റർ ദാൻ. ഇപ്പം നിങ്ങൾക്ക് ഐഡിയ കിട്ടി. അടുത്ത എന്താണ്? നേരെ തിരിച്ച് 100 200 നേരെ തിരിച്ച്, അല്ലേ? അവിടെ എന്താ നമ്മൾ ഏത് സിമ്പിളാണ് ഉപയോഗിക്കുന്നത്? ലെസ് ദാൻ. ഓക്കെ, അപ്പോൾ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഇനി എന്തെങ്കിലും ഉണ്ടോ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഓക്കെ, അപ്പോൾ ഇൻഇക്വാലിറ്റീസ് വരുന്ന സിമ്പിൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഗ്രേറ്റർ ദാൻ, സെക്കൻഡ് വൺ ലെസ് ദാൻ, തേർഡ് വൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഫോർത്ത് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അല്ലേ? ഇങ്ങനെയുള്ള സിമ്പിൾ ഉപയോഗിച്ച് എന്താണ് റൈറ്റ് സൈഡിലുള്ളതും ലെഫ്റ്റ് സൈഡിലുള്ളതും തമ്മിലുള്ള എന്താണ് റിലേഷൻ സൂചിപ്പിക്കുന്നത്. അതിനാണ് ഇൻഇക്വാലിറ്റീസ് എന്ന് പറയുന്നത്. അത് സപ്പോസ് എക്സ് എടുത്തു, അല്ലെങ്കിൽ എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ, എക്സ് ഗ്രേറ്റർ ദാൻ വൈ, എക്സ് ഗ്രേറ്റർ ദാൻ വൈ, അല്ലെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ. അതാണ് ഞാൻ പറഞ്ഞ ലീനിയർ ഇൻഇക്വാലിറ്റി എന്ന്. ഓക്കെ, അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ വൈ, അതെ, എക്സ് എന്നുള്ളൊരു വേരിയബിൾ, നമ്മളൊരു വേരിയബിൾ, എന്തോ ഒരു എക്സ് എന്നൊരു വേരിയബിൾ, ആ വേരിയബിൾ എന്താണ്? വൈ എന്നുള്ള വേരിയബിളിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ വൈ എന്ന് പറയും. ഓക്കെ, നേരെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഒന്നെങ്കിൽ എന്തായിരിക്കും? എക്സ് ഈസ് ഈക്വൽ ടു വൈ ആയിരിക്കും, അല്ലെങ്കിലോ എക്സ് വൈനേക്കാളും വലിയ സംഖ്യ ആയിരിക്കും. അതാണ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ എന്ന് പറയുന്നത്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ. വാട്ട് യു മീൻ ബൈ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ? എക്സിന്റെ വാല്യൂ ഒന്നെങ്കിൽ വൈ ആയിരിക്കും, അല്ലെങ്കിൽ വൈനേക്കാൾ ചെറുതായിരിക്കും. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എങ്ങനെ ഇൻഇക്വാലിറ്റി സോൾവ് ചെയ്യാം? സിമ്പിൾ അല്ലേ? സിമ്പിൾ സാധനമാണ്, സിമ്പിൾ ചാപ്റ്ററാണ്. എങ്ങനെ സോൾവ് ചെയ്യാം? നമുക്ക് എന്താണ് സാധാരണ അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്സ്ട്രാക്ഷൻ ഒക്കെ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ ഈ ചാപ്റ്റർ. ഓക്കെ, ഓക്കെ, ഇനി വരുന്നത്, ഇനി നമുക്ക് ഇതിൻ്റെ ചെറിയൊരു ക്ലാസിഫിക്കേഷൻ പഠിക്കാം. ഓക്കെ, ചെറിയൊരു ക്ലാസിഫിക്കേഷൻ. നമ്മൾ സാധാരണ ലീനിയർ ഇൻഇക്വാലിറ്റി പറഞ്ഞു. അപ്പോൾ 2 രീതിയിൽ നമുക്ക് പറയാം. ന്യൂമറിക്കൽ ഇൻഇക്വാലിറ്റി ആൻഡ് ലിറ്ററൽ ഇൻഇക്വാലിറ്റി. ന്യൂമറിക്കൽ ഇൻഇക്വാലിറ്റി ആൻഡ് ലിറ്ററൽ ഇൻഇക്വാലിറ്റി. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. എന്താ ന്യൂമറിക്കൽ ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ? നമ്പർ വെച്ചിട്ട് നമ്മൾ ഇൻഇക്വാലിറ്റി നോക്കുന്നു. അതായത് ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു. എന്താ എക്സാമ്പിൾ? 7 ഗ്രേറ്റർ ദാൻ 5. 2 സൈഡിലും എന്താണ്? 2 സൈഡിലും നമ്പറാണ്. അത് ന്യൂമറിക്കൽ ഇൻഇക്വാലിറ്റിക്ക് എക്സാമ്പിളാണ്. അടുത്തതോ 5 ലെസ് ദാൻ 3. 5 ലെസ് ദാൻ 3 ആണോ? അല്ല, 5 ഗ്രേറ്റർ ദാൻ 3, അല്ലേ? അല്ലെങ്കിൽ 3 ലെസ് ദാൻ 5. ഓക്കെ, അത് എന്താണ്? ന്യൂമറിക്കൽ ഇൻഇക്വാലിറ്റിക്ക് എക്സാമ്പിൾ ആണ്. ഇനി നേരെ നെഗറ്റീവ് നമ്പർ എടുത്തു. ഓക്കെ, ഇനി നമ്മൾ നെഗറ്റീവ് നമ്പറിലേക്ക് എത്തുവാണ്. നമ്മുടെ നമ്പർ ലൈൻ എന്താ കണ്ടിട്ടില്ലേ? 0 1 2 3 4.
ഇങ്ങോട്ടോ ഇവിടെ -1 -2 -3 -4 ഇങ്ങനെ പോകുന്നു. ഓക്കെ, അപ്പോൾ രണ്ട് നമ്പർ -4 ഉണ്ട് -1 ഉണ്ട്. ഏത് ഇൻഇക്വാലിറ്റി സിമ്പിളാണ് നമ്മൾ കൊടുക്കുക? -4. ഓപ്ഷൻസ് എ ഗ്രേറ്റർ ദാൻ, ഓപ്ഷൻ ബി ലെസ് ദാൻ. അത് മതി. ഗ്രേറ്റർ ദാൻ ആണോ ലെസ് ദാൻ ആണോ? -4ഉം -1ഉം ഉണ്ട്. ഒന്ന് നോട്ട് ചെയ്തേ. ഓക്കെ, കിട്ടിയെന്ന് തോന്നുന്നു. ഏതാടാ? -4 ലെസ് ദാൻ -1. അതായത് നമ്പർ ലൈനിൽ എന്താണ്? ഇവിടെയാണ് -4 വരുന്നത് അല്ലേ? -1 എവിടെയാണ് വരുന്നത്? -1 ഇവിടെയാണ് വരുന്നത്. ഏതാ വലിയ നമ്പർ? -1 ആണ് വലിയ നമ്പർ. ഓക്കെ, -4 ലെസ് ദാൻ -1. ഓക്കെ, സപ്പോസ് ഇനി -3 ഉണ്ട്, -3 ഉണ്ട്, 2 ഉണ്ട്. എങ്ങനെയാണ് ചെയ്യുന്നത്? -3 ഉണ്ട്, 2 ഉണ്ട്. ഏതാ വലിയ നമ്പർ? 2 ആണ് വലിയ നമ്പർ അല്ലേ? അപ്പം -3 ലെസ് ദാൻ 2. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ക്ലിയർ? ഓക്കെ, അപ്പം നമ്മൾ ന്യൂമറിക്കൽ ഇൻഇക്വാളിറ്റി എന്താണെന്ന് പഠിച്ചു. ഇനി ലിറ്ററൽ ഇൻഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ലിറ്ററൽ ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു വേരിയബിൾ ഉപയോഗിച്ച്, എക്സ് ഓർ വൈ വേരിയബിൾ ഉപയോഗിച്ച് നമ്മൾ എന്താണ്, ഒരു സൈഡിൽ വേരിയബിൾ അല്ലെങ്കിൽ രണ്ട് സൈഡിലും വേരിയബിൾ, എയ്തർ ഇൻ വൺ സൈഡ് ഓർ ഇൻ ടു സൈഡ്. അതാണ് ലിറ്ററൽ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സപ്പോസ് 3x ഗ്രേറ്റർ ദാൻ 5. ഓക്കെ, അതൊരു എക്സാമ്പിൾ ആണ്. അവിടെ എന്താണ്? എക്സിന്റെ ടൈമിലാണ് നമ്മൾ ഇക്വേഷൻ പറഞ്ഞേക്കുന്നത് അല്ലേ? 3x ഗ്രേറ്റർ ദാൻ 5. ഓക്കെ, അതേപോലെ തന്നെ എന്താണ്? 2x ലെസ് ദാൻ y. 2 വേരിയബിൾ ഉപയോഗിച്ചു അല്ലേ? രണ്ട് വേരിയബിൾ, എന്താ, എക്സും വൈയും അവിടെ ഉപയോഗിച്ചു. ഇങ്ങനെയൊക്കെ റെപ്രസെന്റ് ചെയ്തതിനാണ് ലിറ്ററൽ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എന്താണ്? നമ്പർ മാത്രം ഉപയോഗിച്ചിട്ടാണെങ്കിൽ അതിനെ ന്യൂമറിക്കൽ ഇൻഇക്വാലിറ്റി എന്ന് പറയും. ക്ലിയർ? ഇനി നമ്മൾ എന്താണ്, റൂളാണ്. എന്തിന്? ഇൻഇക്വാലിറ്റി ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള റൂള് പഠിക്കാൻ പോവാണ്. ഓക്കെ, റൂൾ നോട്ട് ചെയ്തോ? ഓക്കെ, റൂൾസ്. രണ്ട് റൂളുകളാണുള്ളത്. ലീനിയർ ഇൻഇക്വാലിറ്റിയിലെ നമ്മൾ എന്ത് ചെയ്യുന്ന, സോൾവ് ചെയ്യാൻ വേണ്ടി രണ്ട് റൂൾസ് ആണുള്ളത്. ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ രണ്ട് സൈഡ് ഉണ്ട് അല്ലേ? എന്താണ്? എക്സ് ലെസ് ദാൻ വൈ. ഒരു എക്സ് ലെസ് ദാൻ വൈ എന്ന് പറയുന്നു. അതിലെന്താണ്? ലെഫ്റ്റ് സൈഡും ഉണ്ട് റൈറ്റ് സൈഡും ഉണ്ട്, രണ്ട് സൈഡും ഉണ്ട്. നമ്മുടെ സിമ്പലിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കും സിമ്പലിൻ്റെ റൈറ്റ് സൈഡിലേക്കും. ഓക്കെ, ഈ സിമ്പലിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കും സിമ്പലിൻ്റെ റൈറ്റ് സൈഡിലേക്കും എന്താണ്, അഡീഷൻ ചെയ്യുന്നു അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷൻ ചെയ്യുന്നു. രണ്ട് സൈഡിൽ ഒരേപോലെ ചെയ്താൽ നമ്മുടെ സിമ്പലിൽ മാറ്റമില്ല. എക്സാമ്പിൾ അതാണ് 2 ഗ്രേറ്റർ ദാൻ 1 ആണ്. നമുക്കറിയാം 2 ഗ്രേറ്റർ ദാൻ 1 ആണ്. 2 എന്ന് പറയുന്നത് 1നേക്കാൾ വലിയൊരു നമ്പറാണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ട് സൈഡിൽ ഒരു 5 ആഡ് ചെയ്യുന്നു. ഓക്കെ, 2 + 5 ഗ്രേറ്റർ ദാൻ 1 + 5. കറക്റ്റ് ആണോ? നോക്കുക. എന്ന് പറഞ്ഞാൽ എന്താണ്? 7 ഗ്രേറ്റർ ദാൻ 6. കറക്റ്റ് ആണ് അല്ലേ? കറക്റ്റ് സംഖ്യയാണ് കിട്ടിയേക്കുന്നത്. 7 ഗ്രേറ്റർ ദാൻ 6 എന്നുള്ള എന്താണ്, അത് ട്രൂ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? രണ്ട് സൈഡ് ഒരു നമ്മുടെ സിമ്പലിൻ്റെ, നമ്മുടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ലെസ് ദാൻ ഈക്വൽ ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്ന ഈ സിമ്പൽ, ഇൻഇക്വാലിറ്റി സിമ്പലിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരേപോലെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ്, നമുക്ക് കിട്ടുന്ന വാല്യൂ അതേ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഫസ്റ്റ് റൂൾ. ആഡ് ചെയ്ത് മാത്രമല്ല, എന്ത് ചെയ്താൽ, സബ്സ്ട്രാക്ട് ചെയ്താൽ. നോക്കാം നമുക്ക്. 20 ഗ്രേറ്റർ ദാൻ 10. ഓക്കെ, 20 ഗ്രേറ്റർ ദാൻ 10. കറക്റ്റ് അല്ലേ? നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ട് സൈഡിലേക്ക് നമ്മൾ 5 സബ്സ്ട്രാക്ട് ചെയ്യുകയാണ്. ഓക്കെ, രണ്ട് സൈഡിൽ നിന്ന് ഈക്വൽ ആയിട്ട് 5 സബ്സ്ട്രാക്ട് ചെയ്തു. എന്ത് സംഭവിച്ചു? 15 ഗ്രേറ്റർ ദാൻ 5 എന്ന് വന്നു. ഓക്കെ, രണ്ട് സൈഡിലേക്ക് ഈക്വൽ ആയിട്ട് സബ്സ്ട്രാക്ട് ചെയ്താൽ എന്താണ് കിട്ടുന്നത്? സാറ്റിസ്ഫൈ ചെയ്യും. അതെ, ഓക്കെ, ആദ്യത്തെ കണ്ടീഷൻ തന്നെ അവിടെ സാറ്റിസ്ഫൈ ചെയ്യും. അതാണ് ഫസ്റ്റ് റൂൾ. എന്താണ് ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ? നമ്മൾ ഇൻഇക്വാലിറ്റി സിമ്പിളിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമുക്ക് ഈക്വൽ ആയിട്ട് അഡീഷൻ ചെയ്യാം, അതേപോലെ സബ്സ്ട്രാക്ഷൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ വാല്യൂ ചേഞ്ച് വരുന്നില്ല. ഓക്കെ, വാല്യൂ ചേഞ്ച് വരുന്നില്ല എന്ന് പറഞ്ഞാൽ സെയിം കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഫസ്റ്റ് റൂൾ. സെക്കൻഡ് റൂൾ എന്താണ്? ഫസ്റ്റ് റൂൾ അപ്പോൾ എന്താണ്, എന്തൊക്കെയാണ് വരുന്നത്?
അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ. സെക്കൻഡ് റൂൾ എന്താണ്? നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. എങ്ങനെ? നെഗറ്റീവ് നമ്പർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിച്ചു? നമ്മുടെ സിമ്പിൾ നേരെ ഓപ്പോസിറ്റ് ആവും. സെക്കൻഡ് റൂൾ വെരി ഇമ്പോർട്ടൻറ്റ്. എന്താ പറ്റുന്നത്? നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയോ നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ ചെയ്താൽ എന്ത് സംഭവിച്ചു? നമ്മുടെ സിമ്പിൾ നേരെ ഓപ്പോസിറ്റ് ആവും. സെക്കൻഡ് റൂൾ ഇമ്പോർട്ടൻറ്റ്. ഈ രണ്ട് റൂളാണ് പഠിക്കാനുള്ളത്. ഇപ്പോൾ സെക്കൻഡ് റൂളിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. എന്താണ്? 5 ഗ്രേറ്റർ ദാൻ 2. ഓക്കെ, 5 ഗ്രേറ്റർ ദാൻ 2. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ട് സൈഡിലും നമ്മുടെ ഈ സൈഡ് 5 അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻറ്റു -2 ചെയ്തു. ഓക്കെ, 2 അവിടെ ഇൻറ്റു -2 ചെയ്തു. അപ്പോൾ എന്താണ്? 5 × -2 എന്ന് പറഞ്ഞാൽ എന്ത് വന്നു? -10 വന്നു. 2 × -2 എന്ന് പറഞ്ഞാൽ എന്ത് വന്നു? -4 വന്നു അല്ലേ? 5 × -2 -10, 2 × -2 -4. ഇതിൽ ഏത് നമ്പറാണ് വലുത്? -10 ആണോ -4 ആണോ വലുത്? നമ്പർ ലൈൻ നോക്കുക. നമ്പർ ലൈൻ കണ്ടു നമ്മൾ. ഇവിടെ 0 1 2, ഇവിടെ -1 -2 -3 -4, ഇവിടെയാണ് -10 വരുന്നത് അല്ലേ? ഏതാ വലുത്? -4 ആണ് വലുത്. ഓക്കെ, അപ്പോൾ -10 ലെസ് ദാൻ -4. ഇവിടെ നമുക്ക് എന്തായിരുന്നു വന്നേ? 5 ഗ്രേറ്റർ ദാൻ 2 ആയിരുന്നു അല്ലേ? 5 ഗ്രേറ്റർ ദാൻ 2 ആയിരുന്നു. സോറി, 5 ഗ്രേറ്റർ ദാൻ 2 ആയിരുന്നു. നമ്മൾ രണ്ട് സൈഡിലും എന്താണ്? ഈക്വൽ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്തുകൊണ്ട്? നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പോൾ കിട്ടുന്ന വാല്യൂ അല്ലേ? കിട്ടുന്ന വാല്യൂ എന്താണ്? അവിടെ സൈൻ റിവേഴ്സ് ആകും. ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ആവും. അതേപോലെ തന്നെ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ആവും. അതേപോലെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ എന്തിലേക്ക് മാറും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയി മാറും. ഫോർ എക്സാമ്പിൾ, എക്സ് ഗ്രേറ്റർ ദാൻ 5 എന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്ത് സംഭവിച്ചു? -2x ഗ്രേറ്റർ ദാൻ എന്ത് മാറണം? മൈനസ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത് അല്ലേ? -2x ലെസ് ദാൻ -10. ഓക്കെ, കൺസെപ്റ്റ് കിട്ടിയോ? ക്ലിയർ ആയോ? ഇപ്പം രണ്ട് റൂളാണ്. ഫസ്റ്റ് റൂൾ എന്താ? ഇപ്പം മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ പറഞ്ഞോളൂ. അതേപോലെ തന്നെ ഡിവിഷനും ആണെങ്കിലും. ഇപ്പം x ഗ്രേറ്റർ ദാൻ 5 എന്ന് വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ -1 കൊണ്ട് ഡിവൈഡ് ചെയ്തു. രണ്ട് സൈഡിലും, ഒരു സൈഡിൽ മാത്രം ചെയ്യാൻ പറ്റില്ല, രണ്ട് സൈഡിലും -1 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എന്ത് കിട്ടി? x ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ -x ലെസ് ദാൻ 5 ആയിരിക്കും. ക്ലിയർ ആയോ? x ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ -x ലെസ് ദാൻ 5 ആയിരിക്കും. ഓക്കെ, അപ്പം രണ്ട് റൂളാണ് പഠിച്ചത്. എന്തൊക്കെയാണ് രണ്ട് റൂള്? രണ്ട് റൂൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ അഡീഷൻ സബ്സ്ട്രാക്ഷൻ. അതേ സ്ഥലത്ത് അഡീഷൻ സബ്സ്ട്രാക്ഷൻ്റെ സ്ഥലത്തും മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ചെയ്യാം അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഈക്വൽ ആയിട്ട് ചെയ്യാം. അതും കൂടെ പറയാം. ഇപ്പോൾ എന്താണ്? 5 ഗ്രേറ്റർ ദാൻ 2 എന്ന് വിചാരിക്കാം. അപ്പോൾ അഡീഷൻ സബ്സ്ട്രാക്ഷൻ മാത്രമല്ല, അഡീഷൻ സബ്സ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഈ 4 എന്തിലേക്ക്? രണ്ട് സൈഡിലും ഈക്വൽ ആയിട്ട് ചെയ്താൽ വാല്യൂ എന്താണ്? ഈ സിമ്പിൾ മാറ്റം വരുന്നില്ല. ഇപ്പോൾ 5 × 2. ഓക്കെ, 5 ഗ്രേറ്റർ ദാൻ 2 എന്ന് വിചാരിക്കുക. അപ്പോൾ 5 × 2, ഇവിടെ 2 × 2, രണ്ട് സൈഡിൽ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്ത് കിട്ടി? 10 ഗ്രേറ്റർ ദാൻ 4. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. അപ്പോൾ അഡീഷൻ സബ്സ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ എന്തിൽ? രണ്ട് സൈഡിൽ ഈക്വൽ ആയിട്ട് ചെയ്താൽ നമുക്ക് എന്താണ്? വാല്യൂ മാറ്റം വരാതെ കിട്ടും. അതായത് സിമ്പിൾ സെയിം ആയിരിക്കും. ഓക്കെ, പക്ഷേ എന്താണ്? നമുക്ക് ഡിവിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ വിത്ത് നെഗറ്റീവ് നമ്പർ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഇത് സിമ്പിൾ നേരെ ഓപ്പോസിറ്റ് ആവും. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രേറ്റർ ദാൻ എങ്ങോട്ട് മാറും? ലെസ് ദാനിലേക്ക് മാറും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എങ്ങോട്ട് മാറും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാറും. അതേപോലെ തന്നെ ലെസ് ദാൻ എങ്ങോട്ട് മാറും? ഗ്രേറ്റർ ദാനിലേക്ക് മാറും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടുവിലേക്ക് മാറും. ഓക്കെ, ഇതാണ് തിയറി പഠിക്കാനുള്ളത്. വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ്. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കാം അതിൽ. ഓക്കെ, നമ്മളൊരു 4 പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് പ്രോബ്ലം എന്ത് ചെയ്യണം? ഇത് എന്താ ക്വസ്റ്റ്യൻ? സൊല്യൂഷൻ. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എക്സിൻ്റെ വാല്യൂ കൃത്യമായിട്ട് വാല്യൂ ആയിട്ട് കിട്ടുമോ നമുക്ക്? ഇല്ല.
അതായത് എക്സിൻ്റെ എന്താണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ല ഗ്രേറ്റർ ദാൻ അല്ല ആ രീതിയിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ 30x ലെസ് ദാൻ 200 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൽ 2 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ഇഫ് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ. സെക്കൻഡ് വൺ ഇഫ് എക്സ് ഈസ് എ റിയൽ നമ്പർ. ഓക്കെ, അതേപോലെയാണ് എല്ലാ ക്വസ്റ്റ്യനും. 30x ലെസ് ദാൻ 200 ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എങ്ങനെ? ഫസ്റ്റ് കണ്ടീഷൻ എക്സ് ഈസ് ആൻ ഇൻറ്റിജർ, സെക്കൻഡ് കണ്ടീഷൻ എക്സ് ഈസ് എ റിയൽ നമ്പർ. ഓക്കെ, നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 30x ലെസ് ദാൻ 200 അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതിൽ എന്താണ്? എക്സ് ഇൻറ്റിജർ ആയിട്ട് എടുക്കുന്നു. ഫസ്റ്റ് അതിൽ എ പാർട്ട്. സപ്പോസ് എക്സ് എന്താണ്? എക്സ് എന്താണ് അവിടെ? ഇൻറ്റിജർ ആണ്. എക്സ് ഈസ് ആൻ ഇൻറ്റിജർ. അത് എന്താ ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ? ഇൻറ്റിജർ, റിയൽ നമ്പർ, ഹോൾ നമ്പർ, നാച്ചുറൽ നമ്പർ, റാഷണൽ നമ്പർ, ഇറാഷണൽ നമ്പർ, ഇതൊക്കെ എന്താണെന്ന് അറിയണം ആദ്യം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സബ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആദ്യം നമുക്ക് എന്താ ഇൻറ്റിജർ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇൻറ്റിജർ നോക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് നാച്ചുറൽ നമ്പർ. എന്താണ് നാച്ചുറൽ നമ്പർ? നമ്മളൊരു നമ്പർ സിസ്റ്റം ഉണ്ട്. 0 1 2 3 4 നമ്പർ ലൈൻ. ഓക്കെ, എന്താ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ? സാധാരണ എണ്ണൽ സംഖ്യ. എത്ര നാച്ചുറൽ നമ്പർ? നാച്ചുറൽ നമ്പറിൽ വരുന്നതാണ് 1 2 3 4. അങ്ങനെ നമ്മൾ എണ്ണിപ്പോവും. 1 2 3 4 അങ്ങനെയൊക്കെ വരുന്ന 5 6 അതാണ് നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത്. ഇനി ഹോൾ നമ്പർ. ഹോൾ നമ്പർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ ഹോൾ നമ്പർ? ഹോൾ നമ്പറിൽ നാച്ചുറൽ നമ്പർ തന്നെയാണ്, പക്ഷെ എന്തും കൂടി ആഡ് ചെയ്യും? സീറോയും കൂടി അവിടെ ഉണ്ടാവും. 0 1 2 3 4 എന്ന് പറയുന്നതാണ് ഹോൾ നമ്പർ എന്ന് പറയുന്നത്. ഇത് പറഞ്ഞു തരാൻ കാരണം ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ എക്സിൻ്റെ വാല്യൂ ഹോൾ നമ്പർ എന്ന് പറയും, അല്ലെങ്കിൽ ഇൻറ്റിജർ എന്ന് പറയും, നാച്ചുറൽ നമ്പർ എന്നൊക്കെ പറയും. അപ്പോൾ എന്താ നാച്ചുറൽ നമ്പർ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഫസ്റ്റ് നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 2 3 4 5 6 എന്ന് പറയുന്നത്. ഹോൾ നമ്പർ എന്ന് പറഞ്ഞാലോ 0 1 2 3 4. എന്ത് നാച്ചുറൽ നമ്പറിന് കൂടെ എന്തും കൂടെ ആഡ് ചെയ്യും? സീറോയും കൂടി ആഡ് ചെയ്യും. അടുത്തത് ഇൻറ്റിജർ. വാട്ട് യു മീൻ ബൈ ഇൻറ്റിജർ? ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ നെഗറ്റീവും കൂടെ അല്ലേ? എവിടേക്ക് പോകും? -1 -2 -3 അല്ലേ? ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നമ്പർ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അതേ സ്ഥലത്ത് അതിൻ്റെ കൂടെ നെഗറ്റീവ് നമ്പറും കൂടെ ആഡ് ചെയ്യുന്നതിനാണ് ഇൻറ്റിജർ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് കിട്ടി? -100 ഇൻറ്റിജർ ആണോ? അതെ, -100 ഇൻറ്റിജർ ആണ്. -150 ഇൻറ്റിജർ ആണോ? അതെ, -150 ഇൻറ്റിജർ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ? ഹോൾ നമ്പർ വിത്ത് മൈനസും കൂടി ഉള്ള ഹോൾ നമ്പർ അല്ലേ? -1 -2 -3. അതേപോലെ ഇങ്ങോട്ട് പോകുമ്പോൾ 4 5 6 100 200 അങ്ങനെ പോകും. അതാണ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത റിയൽ നമ്പർ. റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? റിയൽ നമ്പർ എന്തുവാ? റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്പർ ലൈനിൽ പ്ലോട്ട് ചെയ്യാൻ പറ്റുന്ന ഏത് നമ്പറും റിയൽ നമ്പർ ആയിരിക്കും. എന്താ റിയൽ നമ്പറും ഇൻറ്റിജറും തമ്മിൽ വ്യത്യാസം? ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ 1 കഴിഞ്ഞാൽ അടുത്ത ഇൻറ്റിജർ ഏതാ? 2. 1ന് തൊട്ട് മുമ്പത്തെ ഇൻറ്റിജർ ഏതാ? 0 അല്ലേ? 0 ഇൻറ്റിജർ ആണ്. 0 കഴിഞ്ഞിട്ട് അടുത്ത ഇൻറ്റിജർ ഏതാ? 0 കഴിഞ്ഞിട്ടുള്ള ഇൻറ്റിജർ ആണ് 1. 1 കഴിഞ്ഞിട്ടുള്ള ഇൻറ്റിജർ ആണ് 2. 0യ്ക്ക് തൊട്ട് മുമ്പത്തെ ഇൻറ്റിജർ ഏതാ? -1. ഓക്കെ, റിയൽ നമ്പർ എന്ന് പറഞ്ഞാലോ? ഇനി റിയൽ നമ്പർ മീൻസ് ഇതിന് ഇടയ്ക്കുള്ള നമ്പേഴ്സും ഉണ്ടാവല്ലോ. അതായത് എന്താണ്? പോയിന്റ് ഇട്ടിട്ടുള്ള വാല്യൂ അല്ലേ? 0.5. സപ്പോസ് 0.5 എവിടെ വരും? 0.5 നമ്മുടെ നമ്പർ ലൈനിൽ 0.5ൻ്റെ പൊസിഷൻ എവിടെയാ? ഇതാണ് 0.5ൻ്റെ പൊസിഷൻ. ഓക്കെ, അതെവിടെ വരും? 0യ്ക്കും 1ന് നടുവിൽ. ഓക്കെ, ഇപ്പോൾ ഇൻറ്റിജർ വരുമ്പോഴോ 1ന് തൊട്ട് മുമ്പത്തെ വാല്യൂ 0 ആണ്. പക്ഷെ റിയൽ നമ്പറിൽ വരുമ്പോഴോ റിയൽ നമ്പർ 0.5 ഒരു റിയൽ നമ്പറാണ് അല്ലേ? അതേപോലെ തന്നെ 0.1 0.2 0.3. അപ്പോൾ ഈ നമ്പർ ലൈനിൽ നമ്മൾ ഏത് പോയിന്റ് എടുത്താലും അത് റിയൽ നമ്പർ ആയിരിക്കും. ക്ലിയർ ആയോ? കൺസെപ്റ്റ് കിട്ടിയോ? ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എക്സ് ഇൻറ്റിജർ ആണ്. ഓക്കെ, എക്സ് ഇൻറ്റിജർ ആണ്. 30x ലെസ് ദാൻ 200. 30x ലെസ് ദാൻ 200. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? നമ്മൾ സാധാരണ ഈക്വൽ ടു ഇല്ലേ? സാധാരണ ഈക്വൽ ടു വരുമ്പോൾ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യുന്നത്? അതേ രീതിയിൽ ഇവിടെ സോൾവ് ചെയ്താൽ മതി. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. എന്താണ്?
മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോഴും നെഗറ്റീവ് നമ്പർ കൊണ്ടാണെങ്കിൽ സൈൻ നേരെ ഓപ്പോസ് ആവും അല്ലേ? ഗ്രേറ്റർ ദാൻ അങ്ങോട്ട് മാറും, ലെസ് ദാനിലേക്ക് മാറും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടുയിലേക്ക് മാറും. ആ ഒരു ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? ഇവിടെ നമുക്ക് എന്താണ് 30x ലെസ് ദാൻ 200. നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ട് സൈഡിലും 30 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, സാധാരണ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി, അതിൻ്റെ രീതി ഇങ്ങനെ അല്ലേ? അപ്പോൾ എന്ത് കിട്ടി? എക്സ് ലെസ് ദാൻ 200/30. എക്സ് ലെസ് ദാൻ 200/30. 200/30 നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 30ൽ 10 വെച്ചിട്ട് 2 ഡിവൈഡ് ചെയ്തു, അപ്പോൾ 20/3 എന്ന് കിട്ടി. 20/3 എന്ന് പറഞ്ഞാൽ എന്ത് തന്നു? എക്സ് ലെസ് ദാൻ 3 6 ആർ 18 അല്ലേ? 6 പോയിന്റ് സംതിങ് വരും, 6 പോയിന്റ് സംതിങ് വരും അല്ലേ? 6 പോയിന്റ് സംതിങ്ങിനേക്കാളും എന്താണ് ചെറുതാണ് എക്സ്. അത്രയും നമുക്ക് കിട്ടിയില്ല ഇവിടെ. 6 പോയിന്റ് സംതിങ്ങിനേക്കാളും എന്താണ് 6 പോയിന്റ് സപ്പോസ് 33 എന്ന് വിചാരിക്കാം, 6.33 എന്ന് വിചാരിക്കാം. 6.33നേക്കാളും ചെറുതാണ് എക്സ്. എക്സ് എന്താണ്? എക്സ് ഒരു ഇൻറ്റിജർ ആണ് അല്ലേ? എക്സ് ഒരു ഇൻറ്റിജർ ആണ്. എക്സ് 6.33നേക്കാളും ചെറുതാണ്. അപ്പോൾ എക്സിന് ഏതൊക്കെ വാല്യൂ വരാം? 7 എന്നുള്ള വാല്യൂ വരാൻ പറ്റുമോ? ഇല്ല. 6.33 എന്നുള്ള വാല്യൂവിനേക്കാളും ചെറിയ ഇൻറ്റിജേഴ്സ് മാത്രമേ എക്സിൻ്റെ വാല്യൂ ആയിട്ട് വരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ 6.33നേക്കാളും തൊട്ട് താഴത്തെ ഇൻറ്റിജർ ഏതാണ്? 6 വരാൻ പറ്റും. 5 വരാൻ പറ്റുമോ? 5 വരാൻ പറ്റും, കാരണം എക്സ് ലെസ് ദാൻ 6.33 ആണ്. 6.33നേക്കാളും ചെറിയ ഇൻറ്റിജർ ആണ് 5. ഓക്കെ, അടുത്തതോ 4 3 -1 വരാൻ പറ്റുമോ? -1 വരാം, കാരണം -1 ഇൻറ്റിജർ ആണ്. ആ -1 എന്നുള്ള ഇൻറ്റിജർ 6.33നേക്കാളും ചെറുതാണ്. ഓക്കെ, -100 വരാൻ പറ്റുമോ? -100 വരാം. അങ്ങനെ ഏത് വാല്യൂ വേണേലും താഴേക്ക് വരാം. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? -∞ മുതൽ എന്താണ് -100 -10 എന്താണ് -5 0 1 2 എക്സെട്ര ടു 6. ഇതാണ് ഇതിൻ്റെ വാല്യൂ വരുന്നത്. ഓക്കെ, ഇപ്പം എന്ത് മനസ്സിലായി? എക്സ് ഈസ് ആൻ ഇൻറ്റിജർ. ഓക്കെ, എക്സ് ഈസ് ആൻ ഇൻറ്റിജർ എവിടെ മുതൽ? -∞ മുതൽ 6 വരെയുള്ള ഏത് വാല്യൂ ആണെങ്കിലും എക്സിൻ്റെ വാല്യൂ ആകാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. എക്സ് റിയൽ നമ്പറാണ്. സപ്പോസ് ഇൻറ്റിജർ അല്ല, ഇത് നാച്ചുറൽ നമ്പർ ആണെന്ന് വിചാരിക്കുക. ക്വസ്റ്റ്യൻ നാച്ചുറൽ നമ്പറാണ്. എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ, അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സിൻ്റെ വാല്യൂ എക്സ് നാച്ചുറൽ നമ്പർ ആണെങ്കിൽ എക്സ് ലെസ് ദാൻ 6.33 ആണ്. ഏതോ നമ്പർ പോസിബിൾ ആണ്? 0 പോസിബിൾ ആണോ? അല്ല, കാരണം 0 ഒരു നാച്ചുറൽ നമ്പർ അല്ല. ഓക്കെ, ഏത് മുതൽ? 1 മുതൽ 1 to 6, 1 2 3 4 5 6 ഇത്രയാണ് എക്സിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂ ഇഫ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ബി പാർട്ട്. എക്സ് ഈസ് എ റിയൽ നമ്പർ. ഓക്കെ, നമുക്ക് കിട്ടിയ വാല്യൂ സെയിം ആണ്, കിട്ടിയ വാല്യൂവിൽ വ്യത്യാസമില്ല. എക്സ് ലെസ് ദാൻ 6.33. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയത്. എക്സ് ലെസ് ദാൻ 3.33 എന്നുള്ള 6.33 എന്നുള്ള വാല്യൂ ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അതിൽ മാറ്റമൊന്നുമില്ല. ഓക്കെ, ഇനി നോക്കിയേ, എക്സ് എന്താണ്? എക്സ് റിയൽ നമ്പർ ആണ്. റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ലൈനിൽ പ്ലോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പറാണ്. എവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യും? -∞ മുതൽ എല്ലാ നമ്പറും ഇൻക്ലൂഡ് ആ. ഏത് വരെ? 6.33 വരെ. ഓക്കെ, അപ്പോൾ എന്താണ്? 6.33 ഇൻക്ലൂഡഡ് ആണോ? അല്ല, 6.33 ഇൻക്ലൂഡഡ് അല്ല. എവിടെ വരെ വരും? എക്സിൻ്റെ വാല്യൂ എക്സ് ബിലോങ്സ് ടു -∞ ടു 6.33. ബ്രാക്കറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ ടൈപ്പ് ബ്രാക്കറ്റ് ഓപ്പൺ ബ്രാക്കറ്റാണ് ഇട്ടത്. ഓപ്പൺ ബ്രാക്കറ്റ് ആൻഡ് ക്ലോസ്ഡ് ബ്രാക്കറ്റ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ രണ്ട് രീതി നമുക്ക് ബ്രാക്കറ്റ് ഇടാം. ഓക്കെ, അപ്പോൾ എന്താണ്? 2 to 7 അല്ലെങ്കിൽ 2 7 ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ടു. ഇത് ക്ലോസ്ഡ് ബ്രാക്കറ്റാ അല്ലേ? ഇത് ക്ലോസ്ഡ് ബ്രാക്കറ്റിന്റെ പ്രത്യേകത എന്താ? ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണ് ഇടുന്നതെങ്കിൽ ഈ 7 അവിടെ ഇൻക്ലൂഡഡ് ആണ്. ഓപ്പൺ ബ്രാക്കറ്റ് ആണെങ്കിലോ 7 വരെ, 7 ഇല്ല, 7 വരെ, 7 തൊട്ട് മുമ്പുള്ളത് വരെ, അതാണ് ഇവിടെ വരുന്നത്. 6.33 വരെ ഇവിടെ ഓപ്പൺ ബ്രാക്കറ്റ് ആണ് ഇട്ടത്. 6.33 വരെ, 6.33 അവിടെ ഇൻക്ലൂഡഡ് അല്ല. 6.33 വരെയുള്ള വാല്യൂ ആണ് വേണ്ടത്. ഓക്കെ, ക്ലിയർ?
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ 2 പാർട്ടുണ്ട്. ആദ്യത്തെ ഇൻറ്റിജർ ആണ് അല്ലെങ്കിൽ നാച്ചുറൽ നമ്പർ ആണെന്ന് ക്വസ്റ്റ്യൻ വന്നു. ഇപ്പോൾ നാച്ചുറൽ നമ്പർ ആണെങ്കിൽ എന്താണ് നമ്മൾ കണ്ടുപിടിച്ചു. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് റിയൽ നമ്പർ ആണ്. എക്സ് റിയൽ നമ്പർ ആണെങ്കിൽ എങ്ങനെയാണ് വരുന്നതെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിച്ച 5x - 3 ലെസ് ദാൻ 3x + 1. 5x - 3 ലെസ് ദാൻ 3x + 1. ഓക്കെ, അതിലെന്തൊക്കെ പ്രൂവ് ചെയ്യണം? നമ്മൾ 2 കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഫസ്റ്റ് എക്സ് ഈസ് എ റിയൽ നമ്പർ ഇൻറ്റിജർ. ഫസ്റ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ. സെക്കൻഡ് എന്താണ്, എക്സ് ഈസ് റിയൽ നമ്പർ. ഓക്കെ, എന്താണ് നമ്മുടെ ഇക്വേഷൻ വന്നത്? 5x - 3 ലെസ് ദാൻ 3x + 1. ഇതാണ് ഇക്വേഷൻ. ഇവിടുന്ന് എങ്ങനെ സോൾവ് ചെയ്യും? നമ്മൾ സാധാരണ ഈക്വൽറ്റി വരുമ്പോൾ എങ്ങനെ സോൾവ് ചെയ്യുന്നു അതേ രീതി തന്നെ ഇവിടെ സോൾവ് ചെയ്താൽ മതി. ഓക്കെ, പ്ലസ് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, സാധാരണ ഡിവിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ എല്ലാം അതേ രീതി ചെയ്താൽ മതി. ഒറ്റ കാര്യം മാത്രം ഒന്നും കൂടെ പറയാണ്, എവിടെയാണ് പ്രശ്നം വരുന്നത്? മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ വിത്ത് നെഗറ്റീവ് നമ്പർ. അങ്ങനെ വരുമ്പോൾ മാത്രം സിമ്പൽ ഇന്റർചേഞ്ച് ചെയ്യും. എന്തിലേക്ക് ഇന്റർചേഞ്ച് ചെയ്യും? ലെസ് ദാൻ ഉള്ളത് ഗ്രേറ്റർ ദാനിലേക്ക് മാറും, ഗ്രേറ്റർ ദാൻ ഉള്ളത് ലെസ് ദാനിലേക്ക് മാറും. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇവിടെ ഫസ്റ്റ് എക്സിന്റെ വാല്യൂ എന്താണ്? എക്സ് ആൻ ഇൻറ്റിജർ ആണ്. ഓക്കെ, എക്സ് ഇൻറ്റിജർ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ് ഇൻറ്റിജർ ആണ്. 5x - 3 ലെസ് ദാൻ 3x + 1. എന്ത് കിട്ടി? നമ്മൾ 2 സൈഡിലും എന്തുകൊണ്ട് ആഡ് ചെയ്യുന്നു? +3 കൊണ്ട് ആഡ് ചെയ്യുന്നു. ഉദ്ദേശിക്കുന്നത് നമ്മുടെ സാധാരണ -3 അങ്ങോട്ട് എടുക്കുന്നു, +3 ആയി. അത് തന്നെയാണ് ചെയ്യുന്നത്. അതായത് 2 സൈഡിലും +3 കൊണ്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടി? 5x ലെസ് ദാൻ 3x + 1 + 3. ഈ 3 നമ്മൾ അങ്ങോട്ട് എടുക്കുന്നു, അതാണ് ചെയ്തത്. ഓക്കെ, 5x ലെസ് ദാൻ 3. വാല്യൂ മാറ്റം ഉണ്ടോ? നമ്മുടെ സിമ്പലിന് മാറ്റം വരുന്നുണ്ടോ? സിമ്പലിന് മാറ്റം വരുന്നില്ല. ഓക്കെ, 5x ലെസ് ദാൻ 3x + 1 + 3. എന്ത് കിട്ടി? 5x ലെസ് ദാൻ 3x + 4 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യുന്നു? 2 സൈഡിലും 3x കൊണ്ട് സബ്സ്ട്രാക്ട് ചെയ്യുന്നു, കുറയ്ക്കുന്നു. 2 സൈഡും 3x കുറയ്ക്കുന്നു. എന്ത് കിട്ടി? 5x - 3x. എന്ത് കിട്ടി? 2x ലെസ് ദാൻ 4. അവിടുന്ന് എന്ത് കിട്ടാം നമുക്ക്? x ലെസ് ദാൻ 2 എന്ന് കിട്ടി. x ലെസ് ദാൻ 2. എക്സിന്റെ വാല്യൂ എന്താണ്? എക്സ് ഈസ് ആൻ ഇൻറ്റിജർ. ഓക്കെ, ഇൻറ്റിജർ ആണ് എക്സ്. എവിടെ മുതൽ? -∞ മുതൽ എവിടം വരെ വരാം? 2 വരെ. ഓക്കെ, 0 1 2. ഓക്കെ, ഇങ്ങനെ വരും വാല്യൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എക്സ് എന്തിലാണ്? എക്സ് റിയൽ നമ്പർ ആണ്. എക്സ് റിയൽ നമ്പർ ആണെങ്കിലോ? എക്സ് റിയൽ നമ്പർ ആണെങ്കിൽ ഓക്കെ, എക്സ് റിയൽ നമ്പർ ആണെങ്കിൽ എന്ത് വരും? എക്സ് റിയൽ നമ്പർ ആണെങ്കിൽ നമ്പർ ലൈനിലെ ഓരോ പോയിന്റും വരും. എവിടം വരെ? 2 വരെയുള്ള ഓരോ പോയിന്റും അല്ലേ? എക്സ് ഈസ് ഈക്വൽ ടു എക്സിന്റെ എക്സ് ബിലോങ്സ് ടു -∞ to 2. ഓക്കെ, ഇനി എന്താണ് ഇങ്ങനെ സോൾവ് ചെയ്യുക? അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കുക. -12x ഗ്രേറ്റർ ദാൻ 30. -12x ഗ്രേറ്റർ ദാൻ 30. ഓക്കെ, അവിടെ നമുക്ക് സോൾവ് ചെയ്യണം. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? തേർഡ് ക്വസ്റ്റ്യൻ -12x ഗ്രേറ്റർ ദാൻ 30. എങ്ങനെ കണ്ടുപിടിക്കും? നമ്മുടെ സെക്കൻഡ് റൂൾ അവിടെ അപ്ലൈ ചെയ്യണം അല്ലേ? എങ്ങനെ സെക്കൻഡ് റൂൾ അപ്ലൈ ചെയ്യുന്നത്? ഇവിടെ സാധാരണ ഇവിടെ 2 സൈഡിൽ നമ്മൾ -12 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 2 സൈഡിലും, അതായത് -12x -12. ഓക്കെ, ഈ സൈഡിലോ 30 ഡിവൈഡ് ബൈ -12. ഒന്നുമില്ല, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിച്ചു? നമ്മുടെ സിമ്പലിന് എന്തെങ്കിലും പറ്റുമോ? സിമ്പൽ ഇന്റർചേഞ്ച് ചെയ്യണം. അത് മറക്കരുത്. അവിടെയാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരിക. അങ്ങനെ കൺഫ്യൂഷൻ വരരുത്. ഓക്കെ, ഇവിടെ ഗ്രേറ്റർ ദാൻ എന്നുള്ളത് ലെസ് ദാനിലേക്ക് മാറും. ഓക്കെ, എന്ത് കിട്ടി? എക്സ് ലെസ് ദാൻ 30 ബൈ -12. ഓക്കെ, ബാക്കി സോൾവ് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനോ? അടുത്തത് അതേപോലെ തന്നെ ഫോർത്ത് ക്വസ്റ്റ്യൻ 3 × 2 - x is equal greater than or equal to ആണ് അവിടെ. 2 × 1 - x. എന്ത് ചെയ്യുക? ബ്രാക്കറ്റിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. 6 - 3x
greater than or equal to 2 minus 2x. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്നെങ്കിൽ 3x അങ്ങോട്ട് എടുക്കുക, അല്ലെങ്കിൽ 2x ഇങ്ങോട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് 2x ഇങ്ങോട്ട് എടുക്കാം. എന്നാൽ നമ്മുടെ എന്താണ്, നമ്മൾ പഠിച്ച രണ്ടാമത്തെ റൂളും അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, -3x 2x എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് എടുക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? രണ്ട് സൈഡിലും +2x കൊണ്ട് ആഡ് ചെയ്യുന്നു. രണ്ട് സൈഡിലും +2x കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 6 - 3x + 2x greater than or equal to 2 - 2x + 2x അല്ലേ? അതായത് ഈ 2x ഇങ്ങോട്ട് എടുക്കുന്നു. ആ എഫക്റ്റ് തന്നെയല്ലേ? -2x + 2x ഞാൻ ക്യാൻസൽ ചെയ്തു. ഓക്കെ, -2x + 2x എന്ന് പറഞ്ഞാൽ 0. ഓക്കെ, എന്താ ചെയ്ത? ഈ 2x നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നു. അതേപോലെ തന്നെ ഈ 6 അപ്പുറത്തേക്ക് എടുത്തു. എന്ത് കിട്ടി? -3x + 2x greater than or equal to 2 - 6 അപ്പുറത്തേക്ക് എടുത്തു അല്ലേ? 2 - 6 എന്ത് കിട്ടി? -3x + 2x എന്ന് പറഞ്ഞാൽ എന്താണ്? -3x + 2x -x greater than or equal to 2 - 6 -4 -x greater than or equal to -4. നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് x കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ ഇൻറ്റു -1 അല്ല ഡിവൈഡ് ബൈ -1 അല്ലേ? ഇൻറ്റു -1 മൾട്ടിപ്ലൈ ബൈ -1. -1 കൊണ്ട് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യുന്നു. -x ഇൻറ്റു -1. മറ്റോടത്തോ -4 ഇൻറ്റു -1. സിമ്പിൾ എന്ത് ചെയ്യുന്നു? ഇന്റർചേഞ്ച് ചെയ്യണം അല്ലേ? മൈനസ് കൊണ്ട് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താണ്? സിമ്പിൾ ഇന്റർചേഞ്ച് ചെയ്യുക. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തിലേക്ക് മാറി? ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ദാറ്റ് വിൽ ബി ദ ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ്? ലീനിയർ ഇനീക്വാലിറ്റി എന്താണെന്ന് കണ്ടു. ലീനിയർ ഇനീക്വാലിറ്റിയുടെ രണ്ട് റൂൾസ് അല്ലേ? ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതിന് രണ്ട് റൂൾസ് ആണുള്ളത്. അപ്പോൾ ആ രണ്ട് റൂൾസ് വെച്ച് ലീനിയർ ഇനീക്വാലിറ്റി സോൾവ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടു. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്ത് നോക്കുക. ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി എടുത്ത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ്? അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ പഠിച്ചതൊക്കെ നന്നായിട്ട് ഓർക്കുക. ഓക്കെ, മെമ്മറൈസ് ചെയ്യുക. ബാക്കി കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ ബൈ.